ശിവൻ ഒരു മുക്കുവൻ. ഒരു ദിവസം കൈലാസപർവ്വതത്തിൽ ഭഗവാൻ ശിവൻ തന്റെ പത്നി പാർവതിക്ക് വേദോപദേശം നൽകുകയായിരുന്നു. അനേക വർഷങ്ങളായി ഈ വേദവ്യാഖ്യാനം തുടരുകയാണ്. ഇന്നും അതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് വിശ്വാസം. ഒരു ദിവസം വേദപഠനത്തിനിടെ പാർവതിക്ക് തന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഭഗവാൻ ശിവൻ ക്ഷിപ്രകോപിയാണ്. അദ്ദേഹം കോപിതനായി അതീവ ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഒരു മുക്കുവ സ്ത്രീയായി ഭൂമിയിലേക്ക് പോകൂ. എന്ന് നിന്റെ ബുദ്ധി മുക്കുവ സ്ത്രീയേക്കാൾ കൂടുതലാകുന്നുവോ അന്ന് തിരിച്ചു വന്നാൽ മതി. ദേവി പാർവതി അതീവ ദുഃഖത്തോടെ അപ്രത്യക്ഷയായി. ഓ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഭഗവാൻ ശിവൻ കോപം തണുത്തപ്പോൾ അതീവ ദുഃഖിതനായി. തന്റെ പ്രിയ പത്നിയില്ലാതെ കൈലാസത്ത് അദ്ദേഹം അതീവ ദുഃഖിതനായി കാണപ്പെട്ടു. ഇത് കണ്ട അദ്ദേഹത്തിന്റെ വാഹനമായ നന്ദിയും ദുഃഖിതനായി. ഭൂമിയിൽ പാർവതി ദേവി ഒരു ചെറിയ ശിശുവിന്റെ വേഷത്തിൽ മുക്കുവന്മാരുടെ ഗ്രാമത്തിനടുത്ത് കിടന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ മുക്കുവന്മാരുടെ തലവൻ ആ ചെറിയ ബാലികയെ എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്വന്തം മകളെപ്പോലെ ആ കുഞ്ഞിനെ ലാളിച്ചു വളർത്തി. അദ്ദേഹം ആ കുഞ്ഞിന് പാർവതി എന്ന് പേരിട്ടു. വലുതായപ്പോൾ പാർവതി ദിവസവും തന്റെ അച്ഛന്റെ കൂടെ മത്സ്യം പിടിക്കുവാൻ വേണ്ടി പോയി. അദ്ദേഹത്തിനെ മത്സ്യം പിടിക്കുന്നതിൽ സഹായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. പാർവതി സുന്ദരിയായ യുവതിയായി മാറി. പാർവതി നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അന്യമുക്കുവ യുവതികൾ പാർവതിയെ ആരാധനയോടെ നോക്കി. അവിടെ കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ ശിവൻ തന്റെ പത്നിയുടെ വിരഹവേദനയിലായിരുന്നു. നന്ദി ശിവഭഗവാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഭഗവാൻ, അങ്ങ് പാർവതി ദേവിയെ എന്താ തിരിച്ചു വിളിക്കാത്തത്? എനിക്കതിന് സാധിക്കില്ല. കാരണം ഒരു മുക്കുവനുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയാണോ? അപ്പോ ഞാൻ തീർച്ചയായും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അങ്ങനെ നന്ദി ഒരു വലിയ മത്സ്യത്തിന്റെ രൂപം കൈക്കൊണ്ട് മുക്കുവന്മാർ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് നന്ദി മുക്കുവന്മാരുടെ വള്ളങ്ങൾ തകർത്തു. അവരെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. സഹിക്കാനാവാതെ ഈ മുക്കുവന്മാരെല്ലാം അവരുടെ തലവന്റെ അടുത്ത് എന്ന് പരാതി പറഞ്ഞു: ഞങ്ങൾക്ക് സമുദ്രത്തിൽ പോയി മീൻ പിടിക്കാൻ സാധിക്കുന്നില്ല. ഒരു വലിയ മത്സ്യം ഞങ്ങളുടെ വള്ളങ്ങൾ തകർക്കുന്നു, വലകൾ കീറി മുറിക്കുന്നു. ഞങ്ങളുടെ ജീവൻ തന്നെ വളരെ കഷ്ടിച്ചാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആരാണോ ആ വലിയ മത്സ്യത്തെ പിടിക്കുന്നത് അവർക്ക് ഞാൻ എന്റെ മകൾ പാർവതിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ്. എല്ലാവരും ഉടൻ തയ്യാറായിക്കോളൂ. ഈ വിളംബരം കേട്ട് പല മുക്കുവന്മാരും ആ മത്സ്യത്തെ പിടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം വിഫലമായി. അവസാനം മുക്കുവന്റെ തലവൻ ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചു: ഭഗവാൻ, ഞങ്ങളെ ഈ വലിയ മത്സ്യത്തിന്റെ കയ്യിൽ നിന്ന് ദയവായി രക്ഷിക്കണമേ. എന്റെ ഭഗവാനെ, രക്ഷിക്കണേ. ഈ കടൽക്കരയിലുള്ള എല്ലാ ജനങ്ങളെയും അവിടുന്ന് വേണം രക്ഷിക്കാൻ. ഇല്ലെങ്കിൽ ആ മത്സ്യം ഞങ്ങളെ നശിപ്പിക്കും. പാർവതിയുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ശിവൻ സുന്ദരനായ ഒരു മുക്കുവ യുവാവിന്റെ രൂപമെടുത്തു. എന്നിട്ട് മുക്കുവ തലവന്റെ അടുത്ത് ചെന്നു: ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. മത്സ്യത്തെ പിടിക്കാൻ നിങ്ങൾ എനിക്കൊരു വള്ളവും വലയും തരണം. തീർച്ചയായും താങ്കളുടെ ഈ ശ്രമം വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മുക്കുവ രൂപം പ്രാപിച്ച ഭഗവാൻ ശിവൻ സമുദ്രത്തിൽ മത്സ്യം പിടിക്കുവാൻ വേണ്ടി പോയി. ഭഗവാൻ ശിവനെ കണ്ട് നന്ദി വളരെ സന്തോഷിച്ചു. അങ്ങനെ വലിയ മത്സ്യരൂപത്തിലുള്ള തന്റെ വാഹനമായ നന്ദിയെ മുക്കുവ വേഷധാരിയായ ഭഗവാൻ ശിവൻ പിടിച്ചു. അപ്പോൾ മുക്കുവ തലവൻ ആ യുവാവിന്റെയും പാർവതിയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ ഇപ്രകാരത്തിൽ ഭഗവാൻ ശിവൻ ദേവി പാർവതിയെ വീണ്ടും പത്നിയാക്കി.